കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. 26 എങ്ങനെ പ്ലാൻ ചെയ്യണം, ഹാൻഡ് ബുക്ക് വാങ്ങിച്ച് പഠിച്ചു തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് 26 വരുന്ന എക്സാംസ്, ഈ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് അതുപോലെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണ് വരേണ്ടത്, എങ്ങനെയാണ് അതിനൊക്കെ പഠിക്കേണ്ടത്, അതേപോലെ ഇപ്പം പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്തതുകൊണ്ട് ഇപ്പം എങ്ങനെ പഠിക്കാൻ പറഞ്ഞാലും ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല. അതേപോലെ കുറച്ച് പേര് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ട്. അപ്പൊ എവിടെ തൊട്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചവരുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ഇപ്പൊ നമ്മളൊരു 2 ഇയർ വാലിഡിറ്റിയിലൊക്കെ ഉള്ള ഒരു ബണ്ടൽ കോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ അങ്ങനെ കുറേ പേരുടെ കൺസേൺ മനസ്സിലാക്കിയപ്പോഴാണ് ഞാനൊരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. സോ നമ്മൾ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഇലക്ട്രിക്കൽ കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സുകാർക്കും വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ ഒരു കോഴ്സ് നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അതായത് ഏറ്റവും വലിയ ഹൈലൈറ്റ് മന്ത്ലി പേയ്മെന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ കോഴ്സിൽ നിങ്ങൾക്ക് എൻറ്റയർ സബ്ജക്റ്റ്, ഇപ്പൊ ഇലക്ട്രിക്കലുകാർക്കാണെങ്കിൽ അവരുടെ എല്ലാ പരീക്ഷകൾക്കും വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിൽ അവരുടെ എല്ലാ സബ്ജക്റ്റും ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഓരോ മന്തായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഡെയിലി ക്വസ്റ്റ്യൻസും PDF ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതേപോലെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാനുവരി ഓൺവേർഡ്സ് നമ്മൾ സ്റ്റുഡൻസിന്റെ കൺവീനിയൻസും കൂടെ നോക്കിയിട്ട് നമ്മൾ ലൈവ് സെഷൻസ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അടുത്ത ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ഒന്നും ഇപ്പം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ പഠനം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക, ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക. അതേപോലെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും എവിടെ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിച്ചു പോവാം. അതേപോലെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒഴിവായി കിട്ടും. അപ്പൊ ഈ ഒരു കോഴ്സ് വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫൗണ്ടേഷൻ കോഴ്സ് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്